ഹായ് യോൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇത്തവണത്തെ ഇന്ത്യൻ ട്രാൻസ്ഫർ ജാലകത്തിൽ പല ക്ലബ്ബുകളും സജീവമായി തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് ക്ലബ്ബുകൾ ഡ്യൂറൻഡ് കപ്പിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണത്തെ ഡ്യൂറൻഡ് കപ്പിലും പങ്കെടുത്തേക്കില്ല എന്നാണ് ആശിഷ് നേഗി ഇന്നലെ അറിയിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ വരുന്ന സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പ്ലാൻ എന്താണ്, അത് ആശിഷ് നേഗി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് വേജ് കുറക്കുക, ട്രിം ചെയ്യുക എന്നുള്ളതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം. അതായത് വലിയ സാലറിയുള്ള താരങ്ങളെ ക്ലബ്ബ് കൊണ്ടുവരില്ല എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ സാലറിയുള്ള താരങ്ങളെ മാത്രമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഉപയോഗപ്പെടുത്തുക. സാലറി കട്ട് എടുക്കുക, ആ ഒരു സാലറി ക്യാപ്പിൽ വലിയ കുറവ് വരുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം. അഥവാ ചിലവ് ചുരുക്കുക എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പ്ലാൻ. മാത്രമല്ല യങ് പ്ലെയർ മോഡലിലേക്ക് പോവാനാണ് ക്ലബ്ബ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതായത് യുവതാരങ്ങളെ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുക, വലിയ പണം ചിലവഴിച്ചുകൊണ്ട് വലിയ സാലറി നൽകിക്കൊണ്ട് സൂപ്പർ താരങ്ങളെ കൊണ്ടുവരേണ്ടതില്ല, അത്തരത്തിലുള്ള താരങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടതില്ല. മറിച്ച് യുവതാരങ്ങളെ കൂടുതലായിട്ട് കളിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പ്ലാൻ. അവർ അതിലാണ് ഫോക്കസ് നൽകിയിരിക്കുന്നത് എന്നാണ് ആശിഷ് നേഗി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വരുന്ന സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വലിയ സൂപ്പർ താരങ്ങൾ ഒന്നും ഉണ്ടാവില്ല, മറിച്ച് യുവതാരങ്ങളെ കൂടുതൽ ഉപയോഗപ്പെടുത്താനാണ് ക്ലബിന്റെ ഇപ്പോഴത്തെ പദ്ധതി. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.